بسم الله الرحمن الرحيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العظيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. എഴുത്തിക്കാഫിൻ്റെ നിയ്യത്തോടുകൂടെയുള്ള നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ നൂറും ഖുർആനിൻ്റെ തണലും ഖുർആനിൻ്റെ ശഫാഅത്തും ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തീർമാറാകട്ടെ. ഈ മഗ്ഫിറത്തിൻ്റെ പത്തിൽ സർവ്വ ദോഷങ്ങളും മോശങ്ങളും അല്ലാഹു നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാഫാക്കി തീർമാറാകട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്. ആ പ്രത്യേകതകളിൽ പെട്ടതാണ് വിശുദ്ധ റമളാൻ. അതേ പ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻകഴിഞ്ഞു പോയ ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുക്കാത്ത ധാരാളം ശ്രേഷ്ഠതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൻ മരണപ്പെട്ട സന്ദർഭം, ഖാസിം എന്ന് പറയുന്ന റസൂലുള്ളാഹിയുടെ മകൻ മരണപ്പെട്ടപ്പോൾ ആസിബിന് വായിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അബ്സറാണ്, വാലറ്റം മുറിഞ്ഞുപോയ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയുണ്ടായി. മക്കളില്ല, ആൺമക്കളില്ല, ആ പരമ്പര ഇനി ഇവിടെ നിലനിൽക്കില്ല, വാലറ്റം മുറിഞ്ഞുപോയ ആളാണ് എന്നു പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ച, പരിഹസിച്ച ഒരു ഘട്ടത്തിലാണ് ഇന്ന അഅ്തൈനാക്കൽ കൗസർ എന്ന ഈ സൂറത്തിൻ്റെ അവതരണം ഉണ്ടായത്. ധാരാളം ശ്രേഷ്ഠതകളുള്ള ഒരു സൂറത്താണ് ഈ സൂറത്ത്. വെള്ളിയാഴ്ച രാവിൽ 1000 തവണ ഇന്ന അഅ്തൈനാക്കൽ കൗസർ എന്ന സൂറത്ത് ഓതിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിൽ കാണും എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ യാത്രക്ക് പുറപ്പെടുന്ന ആളുകൾ വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങുന്നതിൻ്റെ മുൻപ് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്ത് മുതൽക്ക് ഖുൽ അഊദു ബി റബ്ബിന്നാസ് വരെയുള്ള സൂറത്തുകളിൽ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്ന സൂറത്തും തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന സൂറത്തും ഒഴികെയുള്ള എല്ലാ സൂറത്തുകളും ഓതൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് ശ്രദ്ധേയമാണ്. മാത്രമല്ല, ഈ സൂറത്തുൽ കഹ്ഫ് ഓതുന്ന ഈ സൂറത്തുൽ കൗസർ ഓതുന്ന ആളുകൾ സഖാഹുല്ലാഹു തആല മിൻ കുല്ലി നഹ്റിൻ ഫിൽ ജന്ന, സ്വർഗലോകത്ത് ഏതൊക്കെ നദികളുണ്ടോ, ഏതൊക്കെ ഹാറുകളുണ്ടോ, ആ നദികളിൽ നിന്നൊക്കെ
വെള്ളം കുടിക്കുവാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നതാണ്. അവിടെ അങ്ങനെ നബി തങ്ങൾ വാലറ്റം മുറിഞ്ഞുപോയ ആളാണ് എന്ന് അവിടുത്തെക്കുറിച്ച് നിഷേധികളാകുന്ന ആളുകൾ പരിഹസിച്ചപ്പോൾ അവർക്ക് മറുപടി എന്നോണം അവതരിച്ചതാണ് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. ഓ നബിയെ, അവിടുത്തേക്ക് നാം നൽകിയിരിക്കുകയാണ് അൽ കൗസർ. എന്താണ് അൽ കൗസർ എന്നതുകൊണ്ടുള്ള വിവക്ഷ? ധാരാളം അർത്ഥതലങ്ങളും വളരെ വലിയ വ്യാപ്തിയും ഉള്ള ഒരു പ്രയോഗമാണ് അൽ കൗസർ എന്ന് പറയുന്ന പ്രയോഗം. കൗസറിനെ നൽകിയിരിക്കുന്നു, അത് സ്വർഗത്തിലുള്ള ഒരു നദിയാണ്. ഇതിൻ്റെ താല്പര്യമാണ്. അത് അവിടുത്തേക്ക് പ്രത്യേകമായി നൽകിയ ഒന്നാണ്. മറ്റൊന്ന്, അവിടുത്തെ ഉമ്മത്തികൾക്ക് ആഖിറത്തിൽ മഹ്ശറയിൽ മുക്കിക്കൊടുക്കുന്ന ഹൗദുൽ കൗസർ, ആ ഹൗദിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. ഇതും ഇതിൻ്റെ പൊരുൾ തന്നെയാണ്. അൽ ഖൈറൽ കസീർ ഇന്നാ അഅ്തൈനാക. ഓ നബിയെ, അവിടുത്തേക്ക് നമ്മൾ നൽകിയിരിക്കുന്നു. എന്തിനെ നൽകി? ധാരാളം ഖൈറുകൾ നൽകി. അതിൽപ്പെട്ടതാണ് നുബുവത്ത് എന്നത്, അതിൽപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ എന്നത്. ആ ഖൈറിൽപ്പെട്ടതാണ് ലക്ഷക്കണക്കിന് വരുന്ന പ്രവാചകന്മാർ. അവർ മാറി നിൽക്കുന്ന സമയം ഏറ്റവും വലിയ ശഫാഅത്തുമായിട്ട് അതിനുള്ള അധികാരം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തേക്ക് നൽകിയതാണ്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിനോടൊപ്പം തന്നെ ധാരാളം സന്തതികളെയും ഓ നബിയെ അവിടുത്തേക്ക് നാം നൽകിയിരിക്കുന്നു. മക്കളില്ല, വാലറ്റം മുറിഞ്ഞു പോയി എന്ന് പറയുന്ന ആളുകൾ എവിടെയാണ്? അവിടുത്തേക്ക് ധാരാളം സന്തതികളെ നാം നൽകിയിരിക്കുകയാണ്. മക്കളില്ലെന്ന് പറയുന്നവൻ്റെ കഥയാണ് ഇന്ന ശാനിഅക ഹുവൽ അബ്സർ. അവിടുത്തോട് വിദ്വേഷവും വെറുപ്പും വെച്ച് പുലർത്തുന്ന ആളുകൾ ആരാണ്? അവൻ്റെ കഥയാണ് അത്ഭുതം. അവനാണ് അബ്സർ, അവനാണ് മക്കളില്ലാത്തത്, അവൻ്റെ വിഷയമാണ് വളരെ ദയനീയം എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി ശ്രദ്ധിക്കുക. ഈ ചെറിയ വിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ അധ്യായമാണ് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന ഈ അധ്യായം. ഇത് പറയുമ്പോൾ വളരെ ചെറുതാണെങ്കിലും ആദ്യമായി ഇതിൻ്റെ തൊട്ടുമുകളിലുള്ള ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ മാഊൻ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون എന്ന അതിൻ്റെ മുൻപുള്ള ആ സൂറത്തുകളിൽ മുനാഫിഖുകളാകുന്ന ആളുകളുടെ 4 സ്വഭാവം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ആ 4 സ്വഭാവത്തിൻ്റെയും അതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഈ ചെറിയ സൂറത്തിൽ, അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശം നടത്തിയിട്ടുള്ളത്. അഥവാ ഒന്നാമത് മുനാഫിഖീങ്ങളുടെ സ്വഭാവമാണ് യദ്ഉൽ യതീം. യതീം മക്കൾക്ക് നന്മ ചെയ്യാതെ, ഗുണം ചെയ്യാതെ അവയൊക്കെ മുടക്കിക്കളയുന്ന ആളുകളാണ് മുനാഫിഖീങ്ങളാകുന്ന ആളുകൾ. യതീം മക്കൾക്ക് മുടക്കം ചെയ്യുന്ന ആളുകൾ ആണ് അവർ. അതേ പ്രകാരം തന്നെ വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ, മിസ്കീന്മാരാകുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കില്ല, കൊടുക്കുന്നവരെ കൊടുക്കാൻ അനുവദിക്കുകയും ഇല്ല. ഇതും മുനാഫിഖീങ്ങളുടെ ഒരു അടയാളമാണ്. ഇതിനെ ഖുർആൻ ഈ സൂറത്ത് കൗസറിലൂടെ ഗണ്ണിക്കുന്നുണ്ട്. പറയാം നമുക്ക്.
രണ്ടാമത് മുനാഫിഖീങ്ങളുടെ അടയാളമായി പറഞ്ഞു, അവർ നിസ്കാരത്തെ ഒഴിവാക്കുന്നവരാണ്. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അതിൻ്റെ തൊട്ട് മുൻപിലുള്ള സൂറത്തിൽ പറഞ്ഞതാണ് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അവർക്ക് വലിയ അമാന്തിപ്പും അതേപ്രകാരം തന്നെ അശ്രദ്ധയും ഗഫലത്തുമായിരിക്കും. അതിന് വേണ്ട രൂപത്തിൽ അവർ പരിഗണിക്കുന്നതല്ല. മൂന്നാമത് മുനാഫിഖീങ്ങളുടെ സ്വഭാവം പറഞ്ഞു, അവർ നിസ്കാരമാവട്ടെ മറ്റു വിഷയങ്ങളാവട്ടെ അല്ലദീനഹും യുറാഊൻ, മറ്റുള്ള ആളുകൾ കാണാൻ വേണ്ടിയായിരിക്കും അവർ അതൊക്കെ ചെയ്യുന്നത്. നന്മകൾ എന്ന് ഭാഗ്യമായി തോന്നുന്ന വല്ല ക്രിയകളും അവർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് വേറെ ആളുകളെ ബോധ്യപ്പെടുത്താനും അവർ കാണാനും വേണ്ടിയാകും, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടി അല്ല. 4 അൽ മൻഉ മിനസ് സകാത്ത്, സകാത്തിനെ മുടക്കുന്ന ആളുകൾ ആയിരിക്കും അവർ. ദാനധർമ്മങ്ങൾ ചെയ്യാത്തവർ ആയിരിക്കും അവർ. വയംനഊനൽ മഊൻ, നിത്യോപയോഗ വസ്തുക്കളിൽ നിന്ന് സാധനങ്ങളിൽ നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്ത് സഹകരിക്കുന്ന ഒരു സ്വഭാവം അവരിൽ ഉണ്ടാകുന്നതല്ല. അഥവാ സക്കാത്ത് കൊടുക്കുന്നവരല്ല, മറ്റു വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തുകൊണ്ടുള്ള ഒരു സഹകരണ സ്വഭാവം ഈ മുനാഫിഖീങ്ങളിൽ ഉണ്ടാകുന്നതല്ല. ഇങ്ങനെ 4 വിഷയം പറഞ്ഞപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ അതിൻ്റെ തൊട്ടടുത്ത ആയത്താകുന്ന ഇതിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തി, ഇന്നാ അഅ്തൈനാകൽ കൗസർ. ആദ്യം തന്നെ യതീമക്കൾക്ക് ഒന്നും കൊടുക്കാതെ, അതേപ്രകാരം മിസ്കീന്മാരാകുന്ന ആളുകൾക്ക് ഒന്നും കൊടുക്കാതെ, കൊടുക്കുന്നതിനെ തന്നെ അതിനെ മുടക്കാക്കി കളയുന്ന ആളുകൾ എന്നല്ല പറഞ്ഞത്. ഓ നബിയേ, ഇന്നാ അഅ്തൈനാകൽ കസീർ, ധാരാളം ധാരാളം അവിടുത്തേക്കു നാം നൽകിയിരിക്കുന്നു നബിയേ. അതുകൊണ്ട് തന്നെ ആ ധാരാളം നൽകിയതിൽ നിന്ന് അവിടുന്ന് അവയൊക്കെ ചെലവഴിക്കണം. എന്തൊക്കെ അവിടുത്തേക്ക് നൽകിയിട്ടുണ്ടോ നൽകിയതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കണം. അവിടുന്ന് യാതൊരു വിധത്തിലുള്ള ബഖ്ലും കാണിക്കരുത്, അവിടുന്ന് പിശുക്കു കാണിക്കരുത്. ഇതാണ് ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്നുള്ളതിൻ്റെ പൊരുൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കുന്നത് പോലെ കൊടുത്ത ആളുകൾ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക. ഈ ഒരു ആയത്ത് ഇറങ്ങാൻ തന്നെ ഒരു കാരണമുണ്ടല്ലോ. ഓ നബിയേ, അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു ചെറിയ പെൺകുട്ടി വന്നുകൊണ്ട് വസ്ത്രം ചോദിച്ചതാണല്ലോ. എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും തരാനില്ല മോളെ എന്ന് പറഞ്ഞു. ആ കുട്ടി വീട്ടിലേക്ക് പോയി. ഉമ്മ വീണ്ടും തിരിച്ചയച്ചു പോയി ചോദിച്ചു നോക്കൂ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും, തരും. രണ്ടാമതും കുട്ടി വന്നിട്ട് ചോദിച്ചു, ഇല്ല, എന്തെങ്കിലും ഒന്ന് എടുത്തു തരാൻ ഇവിടെ ഇല്ലല്ലോ പൊന്നുമോളെ. കുട്ടി വീട്ടിലേക്ക് പോയി. ഉമ്മ വീണ്ടും തിരിച്ചയച്ചു, ഒന്നുകൂടെ ചോദിച്ചു നോക്കൂ, എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇങ്ങനെ വീണ്ടും ഈ കുട്ടി വന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പെടല്ലേ ആ റസൂലുള്ളാഹിയുടെ കയ്യിൽ ഒന്നും എടുത്തു കൊടുക്കാനില്ല. ഇങ്ങനെയുള്ള പല ഘട്ടങ്ങളും റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചോദിച്ചു വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ ആ ദർബാറിലില്ല. ഭക്ഷണം ആവശ്യമുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഒരു ദിവസം പത്തിരി ചുട്ടു. അതിൽ നിന്ന് അല്പം എടുത്തിട്ട് ഉപ്പയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നു കൊടുത്തു. എന്താ മോളെ ഇത്? ഉപ്പ, ഇത് ഞാൻ ഉണ്ടാക്കിയ പത്തിരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വാങ്ങുകയാണ്, അത് വാങ്ങിക്കഴിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞല്ലോ, ഓ ഫാത്തിമ, 3 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് മോളെ.
ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. ഇതാണ് ആ ദർബാറിലെ കഥ. പലപ്പോഴും ഒരു സന്ദർഭത്തിൽ ഒരു യാചകൻ വന്നു, വല്ലതും തരണം നബിയെ, ഭക്ഷണം കഴിച്ചിട്ട് നാളുകളേറെയായി. അതാ നബി തങ്ങൾ അവിടുത്തെ ഹളറത്തിലൊന്നും എടുത്തു കൊടുക്കാനില്ല. ഒരു വിദേശിയാണ്, അതും വാർദ്ധക്യത്തിലെത്തിയ ഒരു മനുഷ്യനാണ്. കണ്ടാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ദൈന്യത ബോധ്യപ്പെടുന്നതാണ്. ഒന്നുമില്ല. പക്ഷേ ഈ സാധുവിനെ എങ്ങനെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് തിരിച്ചയക്കും? ഉടനെ നബി തങ്ങൾ പറഞ്ഞു, ഈ എൻ്റെ മകൾ ഫാത്തിമയുണ്ട് അവളുടെ വീട്ടിൽ, നിങ്ങൾ ഫാത്തിമാൻ്റെ അരികിൽ ചെല്ലണം. ഫാത്തിമയുടെ അരികിൽ ചെന്നിട്ട് ചോദിക്കണം, ഞാൻ പറഞ്ഞു വിട്ടതാണെന്നു പറയണം. വല്ലതുമുണ്ടെങ്കിൽ അവൾ എടുത്തു തരും. അമ്മാർ റളിയല്ലാഹു അൻഹുവിനെയും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും വഴി കാണിക്കാൻ കൂട്ടത്തിൽ കൂട്ടി. ഈ സാധുവിന് ഫാത്തിമാന്റെ വീട് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ രണ്ടുപേരും പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ആ ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ വീട് കാണിച്ചു കൊടുക്കുകയാണ്. വീട്ടിലെത്തിയിട്ട് വിഷയങ്ങൾ പറയുകയാ. ഉപ്പ പറഞ്ഞു വിട്ടതാ, സാധുവായ ഒരു മനുഷ്യനാ, നടക്കാൻ പോലും കഴിയാത്തത് കൊണ്ട് പഴയ കീറത്തുണികളെടുത്തിട്ട് കാലിൽ അത് കൂട്ടിക്കെട്ടുകയാ. 2 കാലിലും കാലിൻ്റെ അടിഭാഗത്ത് അത് കെട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്തിയിട്ട് ആ മനുഷ്യൻ നടക്കുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹാ പരിഭ്രമിച്ചു പോയി. റബ്ബേ, എന്താണ് ഇവിടെ ഒന്നെടുത്തു കൊടുക്കാനുള്ളത്? ഒന്നുമില്ലല്ലോ. ലോകത്തെ ഏറ്റവും വലിയ രാജ്ഞിയല്ലേ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ, സയ്യിദത്തു നിസാഇൽ ആലമീൻ. ലോക സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ, സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. സ്വർഗീയ സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ആ ഫാത്തിമ ബീവിയുടെ വീട്ടിൽ എന്തെങ്കിലും എന്ന് ആ പാവപ്പെട്ട മനുഷ്യനെടുത്തു കൊടുക്കാനില്ല. ഒരു വേള പരിഭ്രമിച്ചു പോയി. എന്താണ് റബ്ബേ ഞാൻ ഈ സാധുവിന് കൊടുക്കുക? അങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വന്നു, അതന്നേ ഉപ്പയുടെ എളാപ്പയായ ഹംസ റളിയല്ലാഹു അൻഹു സമ്മാനിച്ച ഒരു സ്വർണത്തിൻ്റെ മാലയുണ്ട്. ആ ഒരു സാധനം ഇവിടെ കിടപ്പുണ്ടല്ലോ, അല്ലാത്തതൊന്നും ഇവിടെ ഇല്ലല്ലോ. അതാ വീട്ടിൻ്റെ അകത്തളങ്ങളിലേക്ക് ഓടിച്ചെന്ന് ആ സ്വർണത്തിൻ്റെ മാല സൂക്ഷിച്ചു വെച്ച പാത്രത്തിൽ നിന്ന് അതെടുത്തിട്ട് ആ യാചകൻ്റെ കൈവശം കൊടുക്കാൻ ഏൽപ്പിക്കുന്നു. ഇതാ ഈ സ്വർണമാല പിടിച്ചോളൂ, നിങ്ങൾക്ക് ആവശ്യമായത് ഇത് വിറ്റിട്ട് നിങ്ങൾ വാങ്ങിക്കോളൂ. ഈ അടിമക്ക്, ഈ സാധുവായ മനുഷ്യന് സന്തോഷമായി. അവരതാ നേരെ തിരിച്ച് റസൂലുള്ളാഹിയുടെ അരികിലേക്ക് തന്നെ ചെന്നു. എന്താ ഫാത്തിമ നൽകിയത് കാണിച്ചു കൊടുത്തു. ഇതാ നബിയെ, ഈ സ്വർണത്തിൻ്റെ മാല തന്നിരിക്കുകയാണ്. റസൂലുള്ളാഹിക്ക് സന്തോഷമായി. എൻ്റെ മകൾ നല്ല ഉദാരമതിയാണല്ലോ, സാധുക്കളെ സഹായിക്കാൻ എൻ്റെ പൊന്നുമോൾക്ക് യാതൊരു മടിയുമില്ലല്ലോ. ആവട്ടെ, നിങ്ങളത് കൊണ്ടുപോയി നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്തോളൂ. ആ സമയത്ത് അതാ അമ്മാർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അരികിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ, ഈ സ്വർണമാല എന്തായാലും ഈ മനുഷ്യൻ വിൽക്കുമല്ലോ, എങ്കിൽ ഞാനത് അദ്ദേഹത്തോട് വാങ്ങട്ടെയോ നബിയേ? അപ്പോൾ നബി തങ്ങൾ അദ്ദേഹം നൽകുമെങ്കിൽ വാങ്ങിക്കോളൂ അമ്മാർ റളിയല്ലാഹു അൻഹു പോയിട്ട് ചോദിച്ചു, ആ മനുഷ്യനോട്, നിങ്ങൾ ഇത് വിൽക്കുന്നോ?
അദ്ദേഹം പറഞ്ഞു, അതെ ഞാൻ വിൽക്കുകയാ, എന്തു വില തരണം ഇതിന്? ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ നാട്ടിലേക്ക് എത്താനുള്ള യാത്രാ ചെലവിനുള്ള കുറച്ച് കാശ് കിട്ടണം, പിന്നെ എനിക്ക് കുറച്ച് പുടവകൾ വാങ്ങണം, ഭക്ഷണങ്ങൾ വാങ്ങണം, അതിനുള്ള കാശ് കിട്ടിയാ മതി. ഇത് കേട്ടപ്പോൾ അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, 20 സ്വർണ്ണ ദീനാർ ഞാൻ ഇതിന് നിങ്ങൾക്ക് വില തരും. അതേ പ്രകാരം 200 വെള്ളി ദിർഹമും ഞാൻ നിങ്ങൾക്കിതിന് വില തരും. ഇത് നിങ്ങൾ എനിക്ക് തരണം. 20 സ്വർണ്ണ ദീനാറും 200 വെള്ളി ദിർഹമും തരാം, ഇത് നിങ്ങൾ എനിക്ക് തരൂ. ആ മനുഷ്യന് സന്തോഷമായി. അതാ ആ മാല അമ്മാർ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. അമ്മാർ റളിയല്ലാഹു അൻഹു ആ മാല സ്വീകരിക്കുന്നു. തൻ്റെ വീട്ടിലേക്ക് പോയിട്ട് തൻ്റെ അടിമയായ സഹ്മ് എന്നു പേരുള്ള അടിമയുണ്ട് അവിടെ. ആ അടിമയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പോയിട്ട് ഈ മാല അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം. ഈ മാല റസൂലുള്ളാഹിക്കുള്ളതാണ്. ഇത് കൊണ്ടുപോയി കൊടുക്കുന്ന എൻ്റെ അടിമയാകുന്ന സഹ്മേ, നീയും അല്ലാഹുവിൻ്റെ റസൂലിനുള്ളതാണ്. അതുകൊണ്ട് നീ ഇത് കൊണ്ടുപോയി കൊടുത്തോ, ഇനി നീ എൻ്റെ അടിമയല്ല. സഹ്മ് അതാ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് അതുമായി വരുന്നു. എന്നിട്ട് നബി തങ്ങളുടെ മുൻപിൽ ഈ മാല കൊടുത്തിട്ട് പറഞ്ഞു, നബിയേ, എൻ്റെ യജമാനനായ അമ്മാർ പറഞ്ഞു വിട്ടതാ, ഞാനും ഈ മാലയും അവിടുത്തേക്കുള്ളതാണ് നബിയേ. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഇല്ല, എനിക്ക് വേണ്ട. ഈ മാല ഫാത്തിമാൻ്റെ മാലയല്ലേ? സഹ്മേ, നിങ്ങൾ ഫാത്തിമാൻ്റെ അരികിൽ പോയിക്കോളൂ, നിങ്ങളും ഈ മാലയും ഫാത്തിമാക്ക് സമർപ്പിച്ചോളൂ. സഹ്മ് അതാ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് പറയുന്നു, ഇതാ ഈ മാല നിങ്ങൾക്കുള്ളതാ, ഞാനും നിങ്ങൾക്കുള്ളതാ. ഫാത്തിമ റളിയല്ലാഹു അൻഹാ അതാ ആ മാല വാങ്ങുകയാണ്. എന്നിട്ട് സഹ്മെന്ന് പറയുന്ന അടിമയോട് പറയുന്നു, നീ എൻ്റെ അടിമയായി നിൽക്കണ്ട, ഞാൻ നിന്നെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചു. ആവട്ടെ, മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു ധർമ്മം കണ്ടോ നിങ്ങളത് ഫാത്തിമയിലേക്ക് തന്നെ, ഫാത്തിമ റളിയല്ലാഹു അൻഹയിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. ആവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, നബിയെ, അവിടുത്തേക്കു നമ്മൾ ധാരാളം നൽകിയിട്ടുണ്ട്. ആ നൽകിയതിൽ നിന്ന് അവിടുന്ന് നൽകണം നബിയെ, നല്ലവണ്ണം നൽകണം. അതേ പ്രകാരം തന്നെ രണ്ടാമത് ഇതിൻ്റെ മുൻപത്തെ സൂറത്തിൽ പറഞ്ഞത് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കാത്തവരാണ് എന്നല്ലേ? ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി, കണ്ടോ, ഫസല്ലി ലിറബ്ബിക വൻഹർ, ഫസല്ലി ഐദും അലസ്സലാത്ത്. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ കൃത്യത പുലർത്തുകയും അതും നിലനിർത്തുകയും ചെയ്യണം നബിയേ. ഇത് റസൂലുള്ളാഹിയുടെ ഉമ്മത്തികളോടുള്ള ആഹ്വാനമാണല്ലോ. വീണ്ടും പറഞ്ഞു, മുനാഫിഖീങ്ങൾ അവർ ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുന്നവരാണ്. എന്നാൽ അതിന് മറുപടി കൊടുത്തു, ഫസല്ലി ലിറബ്ബിക, ആളുകൾ കാണാനല്ല നിസ്കരിക്കേണ്ടത്, മറ്റു കർമ്മങ്ങൾ ചെയ്യേണ്ടത് അത് അല്ലാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടി ചെയ്യണം, അല്ലാഹുവിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി ചെയ്യണം. അവസാനമായി പറഞ്ഞതെന്താ? അവർ
വയംനഉനൽ മഊൻ, സകാത്തിനെ മുടക്കുന്ന ആളുകളാണ്. എന്നാൽ വൻഹർ വഅറാദ ബിഹി അത്തസദ്ദുഖ ബിലഹ്മിൽ അളാഹി, പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ ഉളുഹിയ്യത്ത് അറുത്തുകൊണ്ട് സാധുക്കൾക്ക് വിതരണം ചെയ്യാനാണ് ഇതുകൊണ്ട് പറഞ്ഞത്. സദഖ ചെയ്യണം, ധാരാളം സദഖ ചെയ്യണം. അങ്ങനെ അറുത്ത മാംസങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യണം. അവിടെ ഫഅ്തബറ ഹാദിഹിൽ മുനാസിബത്തുൽ അജീബ, അൽ മുനാസബത്തുൽ അജീബ, അത്ഭുതാപരമായ ഈ ഒരു മുനാസബത്തിനെ പടച്ച റബ്ബ് ഇവിടെ സംയോജിപ്പിക്കുകയാണ്. ഇതിൻ്റെ തൊട്ടു മുമ്പിലുള്ള അധ്യായത്തിൽ പറഞ്ഞ വിഷയങ്ങളെയൊക്കെ ഗണ്ണിച്ചുകൊണ്ട് ഈ ചെറിയ സൂറത്തിൽ അതാ അല്ലാഹു തആല അതിനെയൊക്കെ ഗണ്ണിക്കുകയാണ്. ഈ ഒരു അത്ഭുതാപരമായ ബന്ധത്തെ നീ ശ്രദ്ധിക്കണം. എന്നിട്ട് അവസാനം പറഞ്ഞു, ഇന്ന ശാനിയക ഹുവൽ അബ്തർ, ഓ നബിയേ, ഈ പറയപ്പെട്ട തീ വേണ്ടാത്തരങ്ങളൊക്കെ ചെയ്യുന്നവരും അവിടുത്തോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവരുമില്ലേ, അവരാണ് അബ്തറായ ആളുകൾ. വാലറ്റം മുറിഞ്ഞുപോയവർ അവരാണ്. അതേ, ദുനിയാവിലോ ആഖിറത്തിലോ അവർക്കൊരു ശേഷിപ്പുകളും തന്നെയില്ല. അതേ സമയത്ത് അവിടുത്തെ വിഷയം അങ്ങനെയല്ല. അന്ത, ഓ നബിയെ, അവിടുത്തേക്ക് ബാക്കി വരുന്നതാണ് ദുനിയാവിലും ആഖിറത്തിലും. അവിടുത്തെ പരാമർശവും അവിടുത്തെ കുറിച്ചുള്ള പറച്ചിലും അവിടുത്തെ സന്തതികളും ഇവിടെ നിലനിൽക്കുന്നതാണ്. ചില ആളുകൾ പറയാറുണ്ട്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മക്കൾ അഹ്ലു ബൈത്ത് എന്ന് പറയുന്നവർ ഇല്ലേ? ഇല്ല. തങ്ങന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇല്ല. കർബലയിൽ വെച്ച് അതൊക്കെ ഞെട്ടറ്റ് കുറ്റിയറ്റ് പോയിട്ടുണ്ട് എന്ന് പറയുന്നവർ ഉണ്ട്. ഈ വാദം ശരിയല്ല. ധാരാളം ഹദീസുകൾ, ഖുർആൻ തന്നെ പറയുന്നത് ഇന്നാ അഅ്തൈനാകൽ കൗസർ, അൽ കസ്റത്തുൽ ഔലാദ്, ധാരാളം സന്തതികളെ നബിയെ അവിടത്തേക്ക് നമ്മൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സന്തതികൾ ഇവിടെ ഉണ്ടാകും. എന്നിട്ട് ചില ആളുകൾ മനഃപൂർവ്വം തങ്ങന്മാരി എന്ന് പറയുന്ന ഒരു വിഭാഗം ഇല്ല എന്ന് പറയാൻ വാശി പിടിക്കുന്നവരുണ്ട്. പോവട്ടെ, ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി മഹ്ദി ഇമാമിൻ്റെ ആഗമനം സ്വഹീഹായ ഹദീസുകളിൽ ഉള്ളതാണല്ലോ. ആ മഹ്ദി ഇമാമിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എൻ്റെ കുടുംബത്തിൽപ്പെട്ടവരായിരിക്കും മഹ്ദി ഇമാം എന്നാണ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബക്കാരില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മഹ്ദി ഇമാമിനെ കുറിച്ച് അങ്ങനെ ഒരു പ്രയോഗം അല്ലാഹുവിൻ്റെ റസൂൽ നടത്തുക? ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തേക്ക് അല്ലാഹു ധാരാളം നൽകി എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകാത്തത് മുസ്തഫായ നബി തങ്ങൾക്ക് അല്ലാഹു നൽകുകയാണ്. ഫതലഖാ ആദമു മിൻ റബ്ബിഹി കലിമാത്ത്, ആദം നബിയെ കുറിച്ച് അല്ലാഹു പറയുന്നത് എന്താണ്? ആദം അലൈഹിസ്സലാം അല്ലാഹുവിൽ നിന്ന് സ്വീകരിച്ചു കലിമാത്തിൻ, ചില കലിമത്തുകളെ സ്വീകരിച്ചു എന്നാണ്. അതേ പ്രകാരം തന്നെ പറയാം ഇബ്രാഹിം നബിയെക്കുറിച്ചും, ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ. ഈ കലിമാത്ത് എന്ന വാചകങ്ങൾ എന്ന പ്രയോഗം കൊണ്ടാണ് ആദം നബിയെക്കുറിച്ച് ഇബ്രാഹിം നബിയെക്കുറിച്ചൊക്കെ അല്ലാഹു തആല പറഞ്ഞതെങ്കിൽ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമ്മ കിതാബ് മൂസ അലൈഹിസ്സലാം ഫഇന്നഹു ഹുവൽ കിതാബുൽ മുഹൈമിനു അലൽ കുൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിച്ചത് എന്താ? കിതാബാണ്. മറ്റത് ഏതാനും കലിമത്തുകളാണ്, വാചകങ്ങളാണ്. മറ്റു പ്രവാചകന്മാർക്ക് അല്ലാഹു കൊടുത്തത് ഏതാനും വാചകങ്ങളുടെ കൂട്ടായ്മകളാണ്. എന്താണ് ആ കലിമാത്തുകൾ? അതിനെക്കുറിച്ച് പറയുന്നു. അത് ചില കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അമ്രുകൊണ്ടും അതേപ്രകാരം നെയ്യ് കൊണ്ടുമൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു നൽകിയത് അതല്ല, കിതാബ്.
കിതാബാണ് റസൂലുള്ളാഹിക്ക് അല്ലാഹു നൽകിയത്. മാത്രമല്ല ആ കിതാബ് തന്നെ ഫഇന്നഹു ഹുവൽ കിതാബ് അൽ മുഹൈമിനു അലൽ കുൽ, മുൻപ് കഴിഞ്ഞു പോയ എല്ലാ വേദങ്ങൾക്കും സാക്ഷിയാകുന്ന രൂപത്തിലുള്ള ഒരു ഗ്രന്ഥമാണ് അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു തആല നൽകിയിട്ടുള്ളത്. മാത്രമല്ല നൂഹ് അലൈഹിസ്സലാം മുൻകഴിഞ്ഞു പോയ ഏതു പ്രവാചകന്മാരുടെ അത്ഭുതങ്ങൾ എടുത്താലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ അത് പരിശോധിക്കുമ്പോൾ അതും അതിനേക്കാളേറെ വലുതും റസൂലുള്ളാഹിയിൽ സംഭവിച്ചിട്ടുണ്ടാകും. ഇത് മുസ്തഫായ നബി തങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഏത് അത്ഭുതങ്ങൾ മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ മുഅ്ജിസത്തുകളൊക്കെ റസൂലുള്ളാഹിയിൽ ഉണ്ടാവും. ഖുർആൻ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഖുർആൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഒരു മുഅ്ജിസത്താണ്. എന്നാൽ വലിയ ഒരു മുഅ്ജിസത്താണ് മൂസാ നബിയുടെ ചെങ്കടലിനെ പിളർത്തി എന്ന് പറഞ്ഞ മുഅ്ജിസത്ത്. നമ്മളതിനെക്കുറിച്ച് പല തവണകൾ ഓർമ്മപ്പെടുത്തിയതാണ്. 12ഓളം വരുന്ന വഴികൾ, ചാനലുകൾ ഈ കടലിടുക്കിൽ ഉണ്ടാവുകയും വെള്ളങ്ങൾ മാറി നിൽക്കുകയും അത്രയും കാലം വെള്ളമുണ്ടായ ആ സ്ഥലത്ത് അവിടെ വെള്ളമുണ്ടായിരുന്നു എന്ന് തോന്നുന്ന രൂപത്തിലുള്ള ഒന്നുമില്ലാതെ ഉണങ്ങിപ്പിടിച്ച് അവിടെ സ്ലിപ്പായി പോകാതെ അല്ലെങ്കിൽ മണലിലേക്ക് താഴ്ന്നു ആണ്ടുപോകാതെ 12 റൂട്ടുകൾ 45 കിലോമീറ്ററുകൾ ദൈർഘ്യമുള്ള അകലമുള്ള ആ ഒരു സ്ഥലത്ത് മൂസാ നബിക്ക് അള്ളാഹു ഒരുക്കി കൊടുക്കണം. ഇത് ചില്ലറ കാര്യമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു ചെറിയ നദിയെ പിടിച്ചു കെട്ടാൻ എന്തുമാത്രം ഒരു അണക്കെട്ട് കെട്ടണമെങ്കിൽ എന്തുമാത്രം വലിയ സാഹസവും കഠിനാധ്വാനവും വേണം. എന്നാൽ ഇത് ഒരു സമുദ്രത്തെയാണ് പിടിച്ച് 12 റൂട്ടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് ഖുർആൻ പറഞ്ഞതല്ലേ. ഈ മുഅ്ജിസത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഒരു മുഅ്ജിസത്ത് ആരാ കണ്ടത്? ആരാ ഇത് കണ്ടത്? അന്ന് അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേലികൾ കണ്ടു. ഫറോവയോടൊപ്പം ഉണ്ടായിരുന്ന ഏതാനും ഖിബ്തികളും ഇത് കണ്ടു അല്ലേ? അതേ സമയത്ത് ആ കാലഘട്ടത്തിൽ തന്നെ ഉള്ള എല്ലാ ആളുകളും അത് കണ്ടിട്ടില്ല. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ എന്ന് അവതരിച്ചോ ആ കാലഘട്ടം മുതൽക്ക് ഖിയാമത്ത് നാൾ വരെയുള്ള സമൂഹത്തിൻ്റെ മുൻപിൽ ഈ ഖുർആൻ നിലനിൽക്കുകയാണ്. അതാർക്കും കാണാം, ആർക്കും ആ ഖുർആൻ അനുഭവിക്കാം, ആ ഖുർആൻ ഏതാളുകൾക്കും ആസ്വദിക്കാം. ഇത് റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്തിൻ്റെ ഒരു പ്രത്യേകതയല്ലേ? നൂഹ് അലൈഹിസ്സലാം മാസങ്ങളോളം വലിയ ലോകത്ത് തന്നെ വന്നിട്ടുള്ള ജലപ്രളയങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ജലപ്രളയം, അതിൻ്റെ മുൻപിൽ കപ്പലിൽ പടച്ച റബ്ബ് മൂസാ നബിയെ താങ്ങി നിർത്തിയില്ലേ? ഫഇന്നല്ലാഹ അക്റമഹു ബിഅൻ അംസക സഫീനതഹു അലൽ മാ. നൂഹ് അലൈഹിസ്സലാമിൻ്റെ കപ്പലിനെ ആ വെള്ളത്തിൻ്റെ മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്ങി നിർത്തിയിട്ട് നൂഹ് നബിയെ ആദരിച്ചില്ലേ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഇതേ രൂപത്തിലുള്ള സംഭവം ഇതേ രൂപത്തിലല്ല. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ജലാശയത്തിൻ്റെ അരികിൽ നിൽക്കുകയാണ്. ഇൽഖിദിമാ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ അരികിലുണ്ട്. ആ സമയത്ത് മുസ്ലിമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ലഇൻ കുൻത സാദിഖൻ ഫദ്ഉ ദാലികൽ ഹജർ അല്ലദീ ഹുവ ഫിൽ ജാനിബിൽ ആഖർ. ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സത്യപ്രവാചകനാണെങ്കിൽ ആ കാണുന്ന ആ ജലാശയത്തിൻ്റെ മറുകരയിലേക്ക് ചൂണ്ടിയിട്ട് അതാ അവിടെ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ആ പാറയില്ലേ, ആ കല്ലില്ലേ,
അതൊന്ന് അവിടെ നിന്ന് ഇളകിയിട്ട് ഈ വെള്ളത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കടന്നു വന്ന്, ഓ മുഹമ്മദ്, നിന്റെ അരികിൽ വന്നിട്ട് നീ സത്യപ്രവാചകനാണ് അന്ന് അതൊന്ന് സാക്ഷ്യപ്പെടുത്തണം, എന്നാൽ ഞാൻ മുസ്ലിമാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദാ ഫഅശാറ റസൂലു ഇലൈഹി, നബി തങ്ങൾ ആ കല്ലിലേക്ക് ആംഗ്യം കാണിക്കുകയാണ്. ഫൻഖലഅൽ ഹജറുല്ലദീ അശാറ ഇലൈഹി മിൻ മകാനിഹി, ഏതു കല്ല് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ നബി തങ്ങൾ ആംഗ്യം കാണിച്ചത്, ആ കല്ല് അവിടെ നിന്ന് ഇളകുകയാണ്. ഫൻഖലഅ, അതിങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുകയാണ്. ഇളകിയിട്ട് അതാ അതിങ്ങനെ പതിയെ വരുന്നു. അതിൻ്റെ സ്ഥലത്ത് നിന്ന് അതാ അതിങ്ങോട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. വസബഹ ഹത്താ സാറ ബൈന യദൈ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതവിടെ നിന്ന് ഇളകിയിട്ട് അതാ പതിയെ പതിയെ ജലാശയത്തിലേക്ക് വന്ന് അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പോകുന്നു. എങ്ങോട്ടാണത് വരുന്നത്? റസൂലുള്ളാഹിന്റെ മുമ്പിലേക്കാണ്. നബി തങ്ങളുടെ മുമ്പിൽ വന്നു നിന്നുകൊണ്ടതാ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ റിസാലത്തിൻ്റെ മേലിൽ സാക്ഷിയാവുകയാണ്. വശഹിദ ലഹു ബിർരിസാല, ഓ നബിയേ, അവിടുന്ന് അല്ലാഹുവിൻ്റെ റസൂൽ തന്നെയാണ്. ആ കല്ല് അവിടെ സാക്ഷ്യം വഹിക്കുകയാണ്. യക്ഫീക ഹദാ, ഈ രംഗം കണ്ടപ്പം നബി തങ്ങൾ ചോദിച്ചു ഇക്രിമയോട്, ഇത് പോരെ ഇക്രിമ, നിനക്ക് ഇത് പോരെ? ഫൽയസ്ബഹ് വലാ യഗ്റഖ്, വെള്ളത്തിൽ ആണ്ടുപോകാതെ അതിൻ്റെ മുകളിലൂടെ നീന്തി വരണം എന്നല്ലേ നീ പറഞ്ഞത്? അത് വന്നില്ലേ? യക്ഫീക ഹദാ, ഇത് പോരെ ഇക്രിമ? ഇക്രിമ പറഞ്ഞു, പോരാ, ഈ വന്ന സ്ഥലത്തേക്കു തന്നെ ഇനി അത് തിരിച്ചു പോകണം. ഹത്താ യർജിഅ ഇലാ മകാനിഹി ഫഅമറഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫറജഅ ഇലാ മകാനിഹി, നബി തങ്ങൾ കൽപ്പന കൊടുത്തു, മടങ്ങിപ്പോകട്ടെ. വന്ന സ്ഥലത്തേക്കു തന്നെ ആ കല്ല് തിരിച്ചു പോവുകയാണ്. എന്തേ ഇവിടെ വിഷയം? ഒരു വെള്ളത്തിൻ്റെ മുകളിൽ വഞ്ചികളോ വള്ളങ്ങളോ കപ്പലുകളോ നിൽക്കുക എന്ന് പറയുന്നതിൽ അത്ഭുതങ്ങളില്ല. അതേ സമയത്ത് കല്ലിൻ്റെ സ്വഭാവം അത് വെള്ളത്തിലേക്ക് അണ്ടുപോവലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തല്ലേ നൂഹ് അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്തിനേക്കാളേറെ കടുപ്പമുള്ളത്. എന്നാൽ ഇത് റസൂലുള്ളാഹി തങ്ങൾ മാത്രമല്ല, അവിടുത്തെ ഉമ്മത്തികളിൽപ്പെട്ട ധാരാളം ഔലിയാക്കളുടെ ജീവിതത്തിൽ സംഭവിച്ച കറാമത്തുകളാണ്. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിന്റെ മുസന്നിഫായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ, അതാ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ കാണാൻ വേണ്ടി മക്കയിൽ നിന്നും പൊന്നാനിയിലെ പള്ളിയിലേക്ക് വരികയാണ്. പൊന്നാനി പള്ളിയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? സമുദ്രത്തിൽ ഒരു കല്ല് വിരിച്ചിട്ട് ആ കല്ലിൻ്റെ മുകളിലൂടെയാണ് അവർ കടന്നു വരുന്നത്. ചാലിയത്ത് മറവ് ചെയ്തിട്ടുള്ള മഹാനായ നൂറുദ്ദീൻ ശൈഖ് തങ്ങൾ അവറുകൾ അവിടുന്ന് ആ ചാലിയാർ പുഴയുടെ മുകളിലൂടെ ചാലിയത്തിനെന്ന് ബേപ്പൂരിലേക്ക് ആ നദിയുടെ മുകളിലൂടെ നടന്നു പോകുന്നത് കണ്ട ആളുകളുണ്ട്. വഞ്ചിയിലല്ല, ആ വെള്ളത്തിൻ്റെ മുകളിലൂടെ പാറപ്പുറത്തുകൂടെ നടന്നു പോകുന്നത് പോലെ നടന്നു പോയത് കണ്ട ആളുകൾ ഉണ്ട്. ഇത് റസൂലുള്ളാഹിയുടെ ഉമ്മത്തികൾക്ക് അല്ലാഹു നൽകിയതാണ്. റസൂലുള്ളാഹിന്റെ ഉമ്മത്തികളിൽ ഉണ്ടാകുന്ന കറാമത്തുകൾ അത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുഅ്ജിസത്തിൻ്റെ ഭാഗമാണ്. അതേ പ്രകാരം ഇബ്രാഹിം അലൈഹിസ്സലാം അഗ്നിക്കുണ്ടാരത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളിൽപ്പെട്ടവർക്കു തന്നെ
അഗ്നിനാളങ്ങളിലേക്ക് കടന്നു ചെന്നിട്ടൊരു രോമത്തിന് പോലും പോറലേൽക്കാത്ത എത്രയെത്ര സംഭവങ്ങളാണ് ഉള്ളത്. അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങളുടെ സംഭവം നമുക്കറിയാവുന്നതാണ്. അതേ പ്രകാരം തന്നെ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീനുൽ ചിശ്തി തങ്ങൾ അവറുകൾ അതാ ഒരു സന്ദർഭത്തിൽ ബാഗ്ദാദിലേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിയിലാണല്ലോ മജൂസികളാകുന്ന അഗ്നിയാരാധകരാകുന്ന ആളുകൾ വലിയ അഗ്നികുണ്ടാരം തീർത്തിട്ട് അവിടെ ആരാധനകൾ ചെയ്യുന്നത് ഖാജാ തങ്ങൾ കാണുകയാണ്. അവരോട് ചോദിച്ചില്ലേ, എന്തിനാ നിങ്ങൾ ഈ അഗ്നിയെ ആരാധിക്കുന്നത്? ഈ അഗ്നിക്കൊരു സംഹാര സ്വഭാവമുണ്ട്, അത് കരിച്ചു കളയില്ലേ? അതെ, അതുകൊണ്ടാ ഞങ്ങൾ ഇതിനെ ആരാധിക്കുന്നത്. ഖാജാ തങ്ങൾ ചോദിച്ചല്ലോ, ആര് പറഞ്ഞു നിങ്ങളോട് ഇതിന് അങ്ങനെ ഒരു കഴിവുണ്ട് എന്ന്? എന്നാൽ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കാണിച്ചു തരാം, എനിക്കൊരു കുഴപ്പവും പറ്റുന്നതല്ല എന്നും പറഞ്ഞു മഹാനായ ഖാജാ തങ്ങളതാ തൻ്റെ കൈ പിടിച്ച് കൈവിരലുകളിൽ തൂങ്ങിക്കിടക്കുന്ന തൻ്റെ ഒരു മകനുണ്ട്. ആ മകൻ്റെ കൈയും പിടിച്ചിട്ട് മജൂസികൾ ആരാധിക്കുന്ന അഗ്നികുണ്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് നടന്നങ്ങോട്ട് കയറി. അവിടെയുള്ള ആളുകൾ മനസ്സിലാക്കി, ഇതാ അദ്ദേഹം ആരെ ഖാജാ തങ്ങൾ മരിച്ചതു തന്നെ, കരിഞ്ഞതു തന്നെ, ഒരു കുഴപ്പവും ഇല്ല, ഒരു കുഴപ്പവുമില്ലാതെ പുഞ്ചിരിച്ച് സുസ്മേരവധനായി ഖാജാ തങ്ങളും തൻ്റെ കുട്ടിയും പുറത്തേക്ക് വരുന്നു. റസൂലുള്ളാഹിന്റെ ഉമ്മത്തികളിലെ ഔലിയാക്കൾക്ക് തന്നെ ഇങ്ങനെയൊക്കെയുള്ള പവറും കഴിവുമുണ്ടെങ്കിൽ ഈ കറാമത്തുകളൊക്കെ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തിൽ നിന്ന് എനർജി ഉൾക്കൊണ്ടുകൊണ്ട് ഉണ്ടാകുന്നതാണെങ്കിൽ പിന്നെ പറയേണ്ടതുണ്ടോ? വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹസ്മൻ മഖ്ദിയാ. സർവ്വജനങ്ങളും നരകത്തിലേക്ക് എത്തുന്നതാണ്. ആ നരകത്തിൽ അത് അല്ലാഹു തആല തീരുമാനിച്ച വിഷയമാണ് എന്ന ഒരു ആയത്തുണ്ടല്ലോ. ഒരു മഹാന്റെ അരികിൽ വന്നിട്ട് ക്രിസ്ത്യാനിയായ ഒരാൾ ഈ ആയത്തോതുകയാ. ഈ ആയത്തോതിയിട്ട് പറയുകയാ, നിങ്ങളെ ഖുർആനിലില്ലേ, നിങ്ങൾ എന്തിനാ ഇബാദത്ത് എടുക്കുന്നത്? നരകപ്രവേശനമില്ലാത്ത ഒരാളും തന്നെ ഇല്ല എന്ന് ഖുർആനിലുണ്ടല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇബാദത്ത് എടുക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയായ ഒരാളതാ ഒരു മഹാന്റെ അരികിൽ വരുന്നു. അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹത്തിൻ്റെ തോളിലുണ്ടായിരുന്ന ഒരു തട്ടമുണ്ട്, ആ മേൽത്തട്ടം ഇങ്ങോട്ടെടുത്തു. ചോദിച്ചു വന്ന ക്രിസ്ത്യാനിയുടെ ശരീരത്തിലും ഒരു മേൽത്തട്ടമുണ്ട്, ആ മേൽത്തട്ടവും ഇങ്ങോട്ടെടുത്തു. ഇത് രണ്ടും എടുത്തിട്ട് കൂട്ടി അങ്ങോട്ട് പിരിച്ചു. എന്നിട്ടത് ആ അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് രണ്ടും കൂട്ടി പിരിച്ചതിൻ്റെ ശേഷം അഗ്നിയിലേക്ക് വലിച്ചെറിയുകയാണ്. അല്പസമയം കഴിഞ്ഞ് അതാ അതിൽ നിന്ന് ഈ വസ്ത്രങ്ങൾ ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്, തോണ്ടിയെടുക്കുകയാണ്. എടുത്തു നോക്കിയപ്പോൾ സംഭവിച്ചതെന്താണ്? ഈ ക്രിസ്ത്യാനിയായ വ്യക്തിയുടെ മേൽത്തട്ടം മുഴുവനും വെണ്ണീരായിരിക്കുകയാണ്. അതേ സമയത്ത് ഈ മഹാന്റെ മേൽത്തട്ടത്തിനൊരു കുഴപ്പവുമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്തു, വകാന അലാ റബ്ബിക ഹസ്മൻ മഖ്ദിയാ. എല്ലാ ആളുകളും നരകത്തിലെത്തുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. സിറാത്ത് പാലത്തിൻ്റെ മുകളിലൂടെയുള്ള പോക്കിനെ കുറിച്ചാ പറഞ്ഞത്. അതിൻ്റെ അടിഭാഗത്ത് നരകമാണല്ലോ. മാത്രമല്ല മുഅ്മിനീങ്ങളാകുന്ന ആളുകൾക്ക് അതൊരു വിഷയമായിരിക്കില്ല. ഇവിടെ നീ കണ്ടില്ലേ, എൻ്റെത് വെണ്ണീരായി പോയി, എൻ്റേതിനൊരു കുഴപ്പവും സംഭവിച്ചില്ല. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഒരു കുട്ടിയെ കൊണ്ടുവരികയാണ്. എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചത്?
ഫൻസബ്ബൽ ഖദ്റു അലയ്യ മിനന്നാരി. മുഹമ്മദ് ഇബ്നു ഹാത്തിബ് തങ്ങളാണ് അടുപ്പത്ത് നിന്ന് കലം ശരീരത്തിലേക്ക് വീണ് ശരീരമാസകലം വെന്തുപോയി. അങ്ങനെ അതാ ശരീരം മുഴുവനും വെന്തുപോയ അവസ്ഥയിലാണ് ഫഹമലത്നി ഉമ്മി ഇലർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൻ്റെ ഉമ്മ എന്നെ വാരിയെടുത്തിട്ട് റസൂലുള്ളാഹിൻ്റെ മുമ്പിലേക്ക് ഓടി. എന്നിട്ട് പറഞ്ഞു, നബിയേ, ഇതെൻ്റെ മകൻ ഹത്തിബാണ്. ഇദാ ഇഹ്തറഖ കമാ തറാ. അവിടുന്ന് കാണുന്നില്ലേ ശരീരമൊക്കെ പൊള്ളിക്കിടക്കുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? അവിടുത്തെ ഉമനീരെടുത്തിട്ട് ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് തെറിപ്പിച്ചു കൊടുത്തു. ഹബീബായ നബി തങ്ങളുടെ ഉമനീരെടുത്തിട്ട് ആ പൊള്ളി നിൽക്കുന്ന കുട്ടിയുടെ ശരീരത്തിലേക്ക് തെറിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അദ്ഹിബിൽ ബഅ്സ റബ്ബന്നാസ്, അദ്ഹിബിൽ ബഅ്സ റബ്ബന്നാസ്. എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നീങ്ങിപ്പോകട്ടെ. ഇങ്ങനെ ചൊല്ലിയിട്ട് മന്ത്രിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അതാ ഹാത്തിബ് റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ഇബ്നു ഹാത്തിബ് തങ്ങൾ ഒരു കുഴപ്പവുമില്ലാതെ എല്ലാം ശിഫയാവുകയാണ്, എല്ലാം ശിഫയാവുകയാണ്. അതേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മുഅ്ജിസത്തിൻ്റെ പട്ടികയിലേക്ക് കടന്നാൽ അത് ധാരാളമാണ്, ധാരാളമാണ്. അത് എണ്ണിയാൽ തീരാത്തതുമാണ്. ഈസാ അലൈഹിസ്സലാം മരണപ്പെട്ടവരെ ഹയാത്താക്കുകയാണ്. എന്നാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഹൂദികൾ വിഷം പുരട്ടിയ മാംസം റസൂലുള്ളാഹിക്ക് ഭക്ഷിക്കാൻ കൊടുത്തല്ലോ. ആ സമയത്ത് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വേവിച്ച് മുമ്പിൽ കൊണ്ടുവന്നു വെച്ച മാംസങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിനോട് സംസാരിച്ചില്ലേ? ഈസാ അലൈഹിസ്സലാം മരണപ്പെട്ടവരെ ഹയാത്താക്കിയെങ്കിൽ ആ ഹയാത്താക്കിയ ഹയാത്തുള്ളതിൻ്റെ ലക്ഷണമാണല്ലോ സംസാരിക്കുക എന്ന് പറയുന്നത്. അതേ പ്രകാരം തന്നെ വെള്ളപ്പാണ്ട് രോഗികളെ ഹയാത്താക്കുന്നത് ഈസാ നബിയുടെ ഒരു സ്വഭാവമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇങ്ങനെ തന്നെയായിരുന്നു. അതാ റസൂലുള്ളാഹിന്റെ അരികിൽ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. ആ പെണ്ണിൻ്റെ ശരീരമാസകലം വെള്ളപ്പാണ്ട് രോഗമാണ്. വെള്ളപ്പാണ്ട് രോഗം പിടിച്ച ഒരു പെണ്ണ് വിഷമത്തോടുകൂടെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ദുആർക്കാൻ പറഞ്ഞു. അല്ലാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്തെന്നറിയോ നിങ്ങൾ? ഫമസഹ അലൈഹാ റസൂലുള്ളാഹി ബിഗുസ്നിൻ ഫഅദ്ഹബല്ലാഹുൽ ബർസ. റസൂലുള്ളാഹ് ഒരു കൊള്ളിക്കഷ്ണം എടുത്തു. ഒരു കൊള്ളിക്കഷ്ണം എടുത്തിട്ട് ആ പെണ്ണിൻ്റെ ശരീരത്തിലൂടെ ഇങ്ങനെ തടവി. അല്ലാതെ കൈകൊണ്ട് തടവിന്നല്ല. കള്ള ശൈഖുമാരുണ്ട് നമ്മളെ നാട്ടിൽ, അന്യ സ്ത്രീകളുടെ കൈ പിടിക്കും അവർ. എന്താ ന്യായം? ഷെയ്ഖ് മുരീദായി കഴിഞ്ഞാൽ പിന്നെ ബാപ്പാൻ്റെ സ്ഥാനത്താ. ബാപ്പാക്ക് മക്കളെ കൈ പിടിക്കാൻ പറ്റുമല്ലോ, ബാപ്പാക്ക് മക്കളെ കൈയൊക്കെ പിടിക്കാമല്ലോ. എന്നതുപോലെയാണ് മുരീദായി കഴിഞ്ഞാൽ ഷെയ്ഖിന് മക്കളെ അവരുടെ മുരീദുമാരുടെ കൈയൊക്കെ പിടിക്കാം. ഇങ്ങനെ എത്ര കള്ള ഷെയ്ഖുമാരുണ്ട് നമ്മളെ നാട്ടിലെന്നറിയോ നിങ്ങൾ? നിസ്കാരം വേണ്ട, ആലിമീങ്ങൾക്കൊന്നും തിരിയില്ല, എന്തൊക്കെയോ ചില അറബി പദങ്ങൾ പറഞ്ഞിട്ട് നിസ്കാരങ്ങളില്ലാതെ മുടിവെട്ടാതെ 4ഉം 5ഉം മോതിരങ്ങൾ കയ്യിൽ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ നടക്കുന്ന കള്ള ഷെയ്ഖുമാർ. അള്ളാഹു അവരുടെ ഷർറിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതേ പ്രകാരം തന്നെ കള്ള തരീഖത്തുകൾ, അതും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപാട് വ്യാജ തരീഖത്തുകളുണ്ട്. പല ഹോട്ടലുകളിലും അവരുടെ മീറ്റിങ്ങുകൾ നടക്കും.
നമ്മുടെ നാട്ടിലുള്ള ആലിമീങ്ങൾ, ആ ആലിമീങ്ങൾ അത് വ്യാജമാണ് എന്ന് പറഞ്ഞ തരീഖത്തുകൾ പിന്നെ അതിൻ്റെ പിന്നാലെ പോകുന്നത് എന്തിനാണ്? ആലിമീങ്ങൾക്ക് തിരിയാത്ത ഒരു സംഗതിയോ? ഖതീബുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നില്ലേ, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ ആലിമീങ്ങൾ ഔലിയാക്കളല്ലെങ്കിൽ ലോകത്ത് വേറെ ഔലിയാക്കളില്ല. ആലിമീങ്ങൾ ഔലിയാക്കളല്ലെങ്കിൽ പിന്നെ വേറെ ഔലിയാക്കളില്ല ലോകത്ത്. അപ്പോൾ ഈ ആലിമീങ്ങൾക്കൊന്നും തിരിയാതെ ശറഇന്റെ ഘടകവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു നടക്കുന്ന ആളുകൾ, അവർ ശൈഖുമാരായി തരീഖത്തിൻ്റെ ആളുകളായി നടന്ന് അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരുപാട് പ്രവണതകൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. പല വിധത്തിലുള്ള തരീഖത്തുകളുണ്ട്. ഇത് ഈമാൻ പഴപ്പിച്ചു കളയും, ഈമാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കും. നോക്കൂ നിങ്ങൾ, അള്ളാഹിൻ്റെ റസൂൽ ആ പെണ്ണിൻ്റെ കയ്യിൽ, ശരീരത്തിൽ കൈവച്ചോ, ഒരു കൊള്ളിക്കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ, അതൊരു പെണ്ണാണ്, അതുകൊണ്ടാണ്. എന്നിട്ട് റസൂലുള്ള മന്ത്രിച്ചു. എന്നിട്ട് നബി തങ്ങൾ മന്ത്രിച്ചു കൊടുത്തപ്പോൾ ആ വെള്ളപ്പാണ്ടി രോഗം മാറുകയാണ്. ഉഹദ് യുദ്ധത്തിൽ കണ്ണിൻ്റെ കൃഷ്ണമണി കൊഴിഞ്ഞു ചാടിപ്പോയി, അത് ഉതിർന്നു വീണുപോയി. ഖതാദ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി ഉതിർന്നു വീണു. ആ കണ്ണിൻ്റെ കൃഷ്ണമണി കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹിൻ്റെ റസൂൽ അതിങ്ങനെ എടുത്തിട്ട് ആ കണ്ണിൽ വെച്ചിട്ട് ഉമനീര് പുരട്ടിക്കൊടുത്തു. അവിടുത്തെ ഉമനീരിനെ കുറിച്ച് എന്താ നമ്മൾ പറയാം? ആ സ്പോട്ടിൽ തന്നെ അത് ശരിയാവുകയാണ്, അത് ശിഫയാവുകയാണ്. ഇങ്ങനത്തെ ഒരു ഓപ്പറേഷൻ ആധുനിക ലോകത്തുണ്ടോ? ഓപ്പറേഷൻ ചെയ്ത് അപ്പം തന്നെ അത് ശരിയായി മാറി. ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നില്ലേ, എൻ്റെ മറ്റേ കണ്ണിനുള്ള തിളക്കത്തെക്കാളേറെ തിളക്കവും മൂർച്ചയും പിന്നീട് എനിക്ക് കിട്ടിയത് ഈ കണ്ണിനാണ്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഉമനീര് പുരണ്ട കണ്ണിനാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനങ്ങളുടെ നമ്മുടെ ഇന്നത്തെ ഹോസ്പിറ്റലുകളും ഓപ്പറേഷനുകളും സംവിധാനങ്ങളൊക്കെ ഇവിടേക്ക് എത്തുമോ? ആ ഉമനീര് എന്താണ് അതിനെക്കുറിച്ച് നമ്മൾ പറയാം? ആ റസൂലുള്ളാഹിയെക്കുറിച്ച് സാധാരണക്കാരനാക്കാൻ മുസ്ലിമീങ്ങൾക്ക് കഴിയുമോ? ഈ പറയുന്നവൻ്റെ ഉമനീരെന്ന് വെച്ചു കൊടുക്കട്ടെ, എന്താ സംഭവിക്കുക? നന്നാകാൻ വിചാരിച്ച കണ്ണാണെങ്കിൽ ജന്മത്തിൽ പിന്നെ അത് നന്നാവില്ല, അത് പൊഴുപ്പും അതിൻ്റെ കേടും തീരൂല, അതല്ലേ സംഭവിക്കുക. എന്നിട്ട് അള്ളാഹുവിൻ്റെ എല്ലാം ഇങ്ങനെ തന്നെയല്ലേ സവായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ട് പറയുമ്പോൾ സഹോദരന്മാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിലുള്ള മുഅ്ജിസത്തുകൾ ധാരാളമാണ്. എല്ലാ ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും റസൂലുള്ളാഹിയോട് സംസാരിക്കുകയാണ്. ആ സംസാരിച്ച കൂട്ടത്തിൽപ്പെട്ടതാണ് ചെന്നായ സംസാരിച്ചത്. ആ വിഷയം റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞ ഒരു സംഗതിയുണ്ട്. ഖിയാമത്ത് നാൾ കടന്നു വരുന്നതിൻ്റെ മുൻപ് ഇതേ പിടിമൃഗങ്ങൾ സംസാരിക്കുന്നതാണ്. പിടിമൃഗങ്ങൾ സംസാരിക്കും, എന്നിട്ട് ഖിയാമത്ത് നാൾ ഇവിടെ ഉണ്ടാവുള്ളൂ. അതേ പ്രകാരം മനുഷ്യൻ ധരിക്കുന്ന അവൻ്റെ ചെരുപ്പ് സംസാരിക്കും, എന്നിട്ട് ഖിയാമത്ത് നാൾ ഉണ്ടാവുള്ളൂ. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, തൻ്റെ വീട്ടിൽ കഴിയുന്ന വിഷയങ്ങൾ എന്താണോ ആ വിഷയങ്ങൾ നീ അവിടെ ഇല്ലെങ്കിലും നിൻ്റെ കാലിൻ്റെ തൊട നിന്നോട് സംസാരിക്കും. അങ്ങനെ ഒരു കാലം വരും, എന്നിട്ട് ഖിയാമത്ത് നാൾ ഉണ്ടാവുള്ളൂ. എന്താണ് ഈ പറഞ്ഞതിൻ്റെ പൊരുൾ? അല്ലാഹു ആലം. ഈ മൊബൈലൊക്കറിൽ ഫാൻറ്റും കീശയിലാണ്. ഇപ്പോൾ ഒരു സംവിധാനമുണ്ട്, ഒരു ചെറിയ ചിപ്പുണ്ട്, അത് വീട്ടിലെവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോയി വെച്ചാൽ മതി. എന്താണ് അവിടെ നടക്കുന്നത് എന്ന് പിന്നെ അതിലേക്കൊന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ആ മൊബൈലിൽ ഇങ്ങനെ പറഞ്ഞു തരും. അങ്ങനത്തെ സംവിധാനമൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ. ഇതാണോ ഈ പറഞ്ഞത്? ഇതാണ് എന്ന് പറയണ്ട, ഇതും അതിൽപ്പെടാം. ഇനി ഇതിൻ്റെ ലാഹിരിയായ മാനയിലേക്കും വരാം. അള്ളാഹിൻ്റെ റസൂൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുലരും. നോക്കൂ നിങ്ങൾ, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നാൽ ആ വീട്ടിൽ പിന്നെ എന്താണ് നടന്നത് എന്ന് നിൻ്റെ കാലിൻ്റെ തൊട പറഞ്ഞു തരുന്ന ഒരു കാലം വന്നിട്ട് ഖിയാമത്ത് നാൾ ഉണ്ടാവുള്ളൂ. ഭാഗികമായ അതിലേക്കുള്ളൊരു സംഗതിയാണ്. കുട്ടികളൊക്കെ ഇപ്പോൾ ഫാൻറ്റ്, നമ്മളെപ്പോലെ തുണിയെടുക്കുന്ന ആൾക്കാരൊക്കെ വളരെ 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 കുറവല്ലേ.
കൊടുക്കണ പോലെ തന്നെ പോയത്തക്കാരായിട്ടാണ് ഇപ്പോൾ കൂട്ടുന്നത്. അതങ്ങനെ ആയിക്കോട്ടെ അല്ലേ. അതേ സമയത്ത് ഇപ്പോൾ ഒക്കെ ഫാൻസാണ്. ഈ ഫാൻസിൽ മൊബൈൽ ഫോണോ തിരികെ അത് ആ കീസലല്ലേ, അപ്പോൾ ആ കാലിൻ്റെ തുടയിലല്ലേ. അതാണോ? ആണെന്ന് നമ്മൾ പറയണ്ട, അങ്ങനെ ഒരു സംഗതി പറയാം. ഏതായാലും അല്ലാഹുവിൻ്റെ റസൂൽ ഇങ്ങനെന്ന് പറഞ്ഞിട്ടുണ്ട്. ആവട്ടെ, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, ഓ നബിയേ നിശ്ചയമായും അവിടുത്തേക്കു നാം നൽകിയിരിക്കുന്നു അൽ കൗസറ, ധാരാളം ഖൈറുകൾ നൽകി, ധാരാളം സന്തതികൾ നൽകി. അള്ളാഹുവിൻ്റെ റസൂൽ അബ്തറാണ്, മക്കളില്ലാത്തവരാണ്, വാലറ്റം മുറിഞ്ഞു പോയവരാണ് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ആക്ഷേപം നടത്തിയപ്പം കണ്ടോ നിങ്ങൾ, ഖുൽ ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന് പറയാൻ അള്ളാഹു നിന്നില്ല. ഇത് നമുക്കറിയാവുന്ന ഒരു സത്യമാണ്. അഥവാ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന് പെൺമക്കളുണ്ട് എന്നും മലക്കുകളൊക്കെ അള്ളാഹുവിൻ്റെ മക്കളാണ് എന്നുമൊക്കെ പറഞ്ഞപ്പോൾ അള്ളാഹു തആല റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ എന്നെക്കുറിച്ച് അവർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, എനിക്ക് മക്കളുണ്ട്. അതേ പ്രകാരം മലക്കുകളൊക്കെ എൻ്റെ പെൺമക്കളാണ്, ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ പറയുന്നവരുണ്ടല്ലോ. ഖുൽ ഹുവല്ലാഹു അഹദ്, ആ പറഞ്ഞു നടക്കുന്ന ആളുകളോട് നബിയെ അവിടുന്ന് പറഞ്ഞു കൊടുക്കണം, അള്ളാഹു ഏകനാണ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ആ അള്ളാഹു ഒരാളെയും പ്രസവിച്ചിട്ടില്ല, ആ അള്ളാഹുവിനെ മറ്റൊരാളും പ്രസവിച്ചിട്ടുമില്ല. ഈ സത്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നാണ് അള്ളാഹ് പറഞ്ഞത്. ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞു. എന്നാൽ അള്ളാഹിൻ്റെ റസൂലിനെ പറ്റി അബ്തറാണ്, വാലറ്റം മുറിഞ്ഞു പോയ ആളാണ് എന്ന് ആക്ഷേപിച്ചപ്പോൾ അവിടെ നോക്കൂ നിങ്ങൾ, അള്ളാഹു സ്വീകരിച്ച ശൈലി എന്താ? ഖുൽ ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, നബിയെ അവിടുന്ന് പറഞ്ഞു കൊടുക്കി, അവിടുത്തേക്ക് നമ്മൾ ധാരാളം നൽകിയിട്ടുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞില്ല. അങ്ങനെ ഒരു ഖുൽ എന്നത് പറയാൻ പോലും അള്ളാഹു മെനക്കെടാതെ നേരാംവണ്ണം വിഷയത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, ആര് പറഞ്ഞടാ എൻ്റെ ഹബീബിന് മക്കളില്ലെന്ന് ആര് പറഞ്ഞു? ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, അതെ അവിടുത്തേക്കു നമ്മൾ ധാരാളം സന്തതികളെ നൽകിയിരിക്കുന്നു. ഇതൊക്കെ ഈ ആയത്തിൻ്റെ, ഈ സൂറത്തിൻ്റെ പാഠങ്ങളാണ്. ഫസല്ലി ലിറബ്ബിക വൻഹർ, അവിടുത്തെ രക്ഷിതാവിന് വേണ്ടി അവിടുന്ന് നിസ്കാരത്തെ നിലനിർത്തുക, അതേ പ്രകാരം തന്നെ ഉളുഹിയ്യത്ത് അറക്കുകയും ചെയ്യുക. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, അവിടുത്തോട് കോപ്പം വെച്ച് നടക്കുന്ന ആളുകളില്ലേ, അവൻ്റെ കാര്യമാണ് ഏറ്റവും ദയനീയം, അവനാണ് വാലറ്റം മുറിഞ്ഞു പോയവൻ എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ആ റസൂലുള്ളാഹിയോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളാകുന്ന നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ റമളാൻ സ്വർഗം ചോദിക്കുന്ന സമയമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന. കണ്ടോ, സ്വർഗം ചോദിക്കുന്ന ഒരു സമയമാണ് ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുമാണ്. നിങ്ങൾ സ്വർഗത്തെ ചോദിക്കുകയും നരകത്തിൽ നിന്ന് കാവലിനെ തേടുകയും ചെയ്യണം. എന്നാൽ ആ സ്വർഗപ്രവേശനം ലഭിക്കണമെങ്കിൽ മൻ അറാദ അൻ യനാലൽ ജന്നത ഫഅലൈഹി അൻ യുദാവിമ അലാ ഖംസതി അഷ്യാ, സ്വർഗം വേണോ 5 കാര്യം ശ്രദ്ധിക്കണേ. സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ 5 കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. 1, അവൻ്റെ ശരീരത്തെ തെറ്റുകളിൽ നിന്ന് തടുത്തു നിർത്തണം. അയ്യംനഅ നഫ്സഹു മിനൽ മഅസി, അവൻ്റെ നഫ്സിനെ മഅസിയത്തുകളിൽ നിന്ന് അവൻ തടുത്തു നിർത്തണം. വനഅൻ നഫ്സ അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. വനഅൻ നഫ്സ അനിൽ ഹവാ, സ്വന്തം ശരീരത്തിലുണ്ടാകുന്ന ഇച്ഛകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്. ആ ഇച്ഛകളെയൊക്കെ തടുത്തു നിർത്തണം. ആ ഇച്ഛകൾക്കനുസരിച്ച് പ്രവർത്തിച്ചു പോകരുത്. ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അങ്ങനെ ഇച്ഛകളോട് മാറി നിൽക്കുന്ന ആളുകളാരോ
അവർക്കാണ് സ്വർഗമുള്ളത്. സ്വർഗം അത്തരക്കാരാകുന്ന ആളുകൾക്കുള്ളതാണ്. രണ്ടാമത് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്കുണ്ടാവേണ്ടത് അയ്യർദാബിൽ യസീരി മിനദ്ദുനിയാ, കിട്ടിയത് കൊണ്ട് പൊരുത്തപ്പെടാൻ കഴിയണേ. ലഭിച്ചതുകൊണ്ട് പൊരുത്തപ്പെടാനും മാനസികമായി സംതൃപ്തിപ്പെടാനും കഴിയുക. ഇതും സ്വർഗക്കാർക്ക് ഉണ്ടാവേണ്ട അടയാളമാണ്. അതേ, ഇന്ന സമനൽ ജന്നത്തി അത്തഅതു വതർക്കുദ്ദുനിയാ, സ്വർഗം കിട്ടാൻ അതിൻ്റെ വില എന്താ? മഅസിയത്തുകളെ ഉപേക്ഷിക്കുകയും അതേ പ്രകാരം ദുനിയാവിൻ്റെ പിന്നാലെ കൂടാതിരിക്കലുമാണ്. അപ്പോൾ ലഭിച്ചതുകൊണ്ട് പൊരുത്തപ്പെടലാണ്. മൂന്നാമത്തേത് അയ്യകൂന ഹരീസുൻ അല താഅത്ത്, താഅത്തുകളുടെ മേലിൽ നല്ല ആർത്തിയുണ്ടാവണം, ഇബാദത്തെടുക്കാൻ ഉത്സാഹമുണ്ടാവണം, ആ വിഷയത്തിൽ നല്ല ആർത്തിയുണ്ടാവണം. വതിൽക്കൽ ജന്നത്തുല്ലതി ഉരിസുമുഹാ ബിമാ കുന്തും തഅമലൂൻ, സുകൃതങ്ങളും സൽക്കർമ്മങ്ങളും ചെയ്ത ആളുകൾക്കുള്ളതാണ് സ്വർഗം. ഇബാദത്തിന് നല്ല ആർത്തിയുണ്ടാവുക. നാലാമത്തെ വിഷയം അയ്യുഹിബ്ബസ് സ്വാലിഹീന വ അഹ്ലൽ ഖൈരി, സ്വാലിഹീങ്ങളെ മഹബത്ത് വെക്കണം. അതേ പ്രകാരം തന്നെ ഖൈറിൻ്റെ അഹ്ലുകാരെയും മഹബത്ത് വെക്കണം. അവരോട് മനസ്സിൽ ഇഷ്ടമുണ്ടാവണം. വയുഖാലിതുഹും വയുജാലിസുഹും, സ്വാലിഹീങ്ങൾക്കിടയിൽ കൂടിക്കലരുകയും അവർക്കിടയിൽ ഇരിക്കുകയും ചെയ്യുന്ന സ്വഭാവമുണ്ടാവണം. ഇത് സ്വർഗക്കാരുടെ അടയാളമാണ്. മുഅ്മിനീങ്ങൾക്കിടയിൽ കൂടിക്കലരുന്ന സ്വഭാവം, മുഅ്മിനീങ്ങൾ പങ്കെടുക്കുന്ന സ്ഥലങ്ങളിൽ പങ്കെടുക്കുന്ന സ്വഭാവം, ആ മുഅ്മിനീങ്ങളുടെ കൂട്ടായ്മയിലെ ഒരു കണ്ണിയാകുന്ന സ്വഭാവം, ആ മുഅ്മിനീങ്ങൾ ഇരിക്കുന്ന മജ്ലിസിൽ വന്ന് ഇരിക്കുന്ന സ്വഭാവം, ഇത് സ്വർഗക്കാരുടെ അടയാളമാണ്. അതേ, അഞ്ചാമത്തെ വിഷയം أن يكثر الدعاء ويسأل الله تعالى, ദുആഇനെ വർദ്ധിപ്പിക്കണം, അല്ലാഹുവോട് നിരന്തരം ചോദിക്കണം. എന്തിനെ ചോദിക്കണം? അവരുടെ ഹുസ്നുൽ ഖാത്തിമക്ക് വേണ്ടി ചോദിക്കണം. ദുആഇനെ വർദ്ധിപ്പിക്കുകയും ഹുസ്നുൽ ഖാത്തിമ, സ്വർഗം കിട്ടാൻ വേണ്ടി അല്ലാഹുവോട് നിരന്തരം ചോദിക്കുകയും അതിനോടൊപ്പം തന്നെ ഹുസ്നുൽ ഖാത്തിമ ലഭിക്കാൻ വേണ്ടി അല്ലാഹുവോട് ചോദിക്കുകയും ചെയ്യണം. ഈ 5 സ്വഭാവങ്ങൾ ഇത് സ്വർഗക്കാർക്ക് ഉണ്ടാവേണ്ട സ്വഭാവമാണ്, ഉണ്ടാകുന്ന സ്വഭാവമാണ്. അല്ലാഹു നമ്മെ സ്വർഗക്കാരിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഒരൊറ്റ വിഷയവും കൂടെ പറഞ്ഞു നിർത്താം. ഇത് മഗ്ഫിറത്തിൻ്റെ 10 ഇൻഷാ അല്ലാഹ്. അടുത്ത ഞായറാഴ്ച നമ്മൾ ഈ മജ്ലിസിലിരിക്കുകയാണെങ്കിൽ അത് മഗ്ഫിറത്തിൻ്റെ 10 ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തന്ന ദോഷങ്ങളെ എണ്ണിപ്പറഞ്ഞ് പൊരുത്തപ്പെടിക്കേണ്ട, അല്ലാഹുവിൻ്റെ അഫ്വ് ചോദിച്ചു വാങ്ങേണ്ട സമയമാണ്. എന്നാൽ അഥവാ തൗബയുടെ സമയമാണ്. തൗബ ചെയ്യുന്ന ആളുകൾ സലാസത്തും മിൻ അലാമി തൗബ, തൗബയുടെ 3 അടയാളം പറയാം. 3 അടയാളം ശ്രദ്ധിക്കണം. ഇദ്മാനുൽ ബുകാഇ അലാ മാ സലഫ മിനു ദുനൂബ്, തൗബ ചെയ്യുന്ന ആളുകൾ അവരിൽ സംഭവിച്ചു പോയ പാപത്തിൻ്റെ പേരിൽ അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അവർ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ കണ്ണുകൾ അത് ആലോചിക്കുമ്പോഴേക്ക് നിറഞ്ഞൊഴുകും. ഇത് അതിൻ്റെ ഒരു സ്വഭാവമാണ്. 2 വൽ ഖൗഫു അൽ മുതഅല്ലഖു മിനൽ വുഖൂഇ ഫീഹാ, അവനിൽ നിന്ന് സംഭവിച്ച തെറ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും അവൻ്റെ ഖൽബിൽ വല്ലാത്ത പേടി വരുന്നു. അതിനെക്കുറിച്ച് പേടി വരിക,
ഇതും എന്തിൻ്റെ അടയാളമാണ്? തൗബയുടെ അടയാളമാണ്. മൂന്നാമത്തേത് വഹിജ്റാന ഇഖ്വാനി സുഈ, ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് മാറി നിൽക്കും അവർ. പിന്നീട് പഴയ കമ്പനിയിലേക്ക് തിരിച്ചു പോകുന്നതല്ല. അതിനോടൊപ്പം തന്നെ വമുലാസമത്തു അഹ്ലിൽ ഖൈരി, പിന്നെ ഖൈറിൻ്റെ അഹ്ലുകാരോടൊപ്പമായിരിക്കും അവൻ ഉണ്ടാവുക. പിന്നീട് ആ പഴയ കമ്പനിയിലേക്ക് തിരിച്ചു പോകുന്നതല്ല. ഓർക്കുമ്പോൾ ബേജാറ് വരുന്നു, ഓർക്കുമ്പോൾ കണ്ണ് നിറയുന്നു. പഴയ കമ്പനിയിലേക്ക് തിരിച്ചു പോകുന്നില്ല, പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകുന്നില്ല. അതേ, പിന്നീട് തൻ്റെ ബന്ധങ്ങളിലുള്ളതൊക്കെ ആരാ? അത് ഖൈറിൻ്റെ അഹ്ലുകാരാ. ഇത് തൗബ സ്വീകരിച്ചതിൻ്റെ അടയാളമായിട്ട് മഹാന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കുന്നവരിൽ സാധുക്കളാകുന്ന നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഈ മഗ്ഫിറത്തിൻ്റെ 10 സർവ്വദോഷങ്ങളും അല്ലാഹു തആല നമുക്ക് വിട്ടു പുറത്ത് മാഫാക്കി തന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ അകവും പുറവും നന്നാക്കി തന്നു. അല്ലാഹു നമ്മെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. مولاي صل وسلم دائما